98 വയസ്സായി അമ്മാമയ്ക്ക് പ്രാർത്ഥിച്ചിട്ട് രോഗം മാറുമോ? ശരി, ഞാൻ അങ്ങനെ അവന്റെ അമ്മേനെ കാണാൻ ചെന്നു. ഇവ എന്തിനാ എന്നെ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോണേ? അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോന്നു. അച്ഛോ, അച്ഛൻ തന്നെ വരണം. അമ്മ മരിച്ച്. ലോട്ടറി കിട്ടിയ സന്തോഷം പോലെ അവൻ പറയണത്. അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചിട്ടാ മരിച്ചത്. അച്ഛൻ തന്നെ വന്നിട്ട് ചവടപ്പ് നടത്തണം. അച്ഛൻ പറ, അച്ഛൻ എന്താ വേണ്ട? ഇപ്പോഴത്തെ ഫാഷൻ നേക്കഡ് നെക്ക്, കഴുത്തിൽ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ കാണുമ്പോഴാണ് വാ 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 ബ്യൂട്ടിഫുൾ. ഞാൻ കുരിശ് വരയ്ക്കുമ്പോഴൊക്കെ തമ്പുരാൻ അവിടെ നിന്ന് ഇങ്ങനെ നോക്കണ്ടാവും. അവസാനം അപ്പം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്റെ സ്വത്ത് ഒന്നും തരില്ലടാ ഞാൻ. അങ്ങനെയുള്ള അപ്പന്മാർ ഇപ്പോഴും ഉണ്ട് കേട്ടാ. ഡിസ്ട്രിക്ട് ജഡ്ജാണ് ഈ നിൽക്കണത്. അയാളുടെയും കിട്ടി പോകുന്ന 22 വയസ്സുള്ള മകൻ, കല്യാണം കഴിച്ചിട്ടില്ല അവൻ. 14 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ശസ്ത്രക്രിയക്ക് തയ്യാറാണ്. എന്റെ സ്വന്തം ശരീരത്തിൽ നിന്ന് മുറിച്ച് എന്റെ അപ്പന് തരാം. സ്നേഹം സഹനമാണ് പ്രിയമുള്ളവരെ. സ്വന്തം തന്തയ്ക്കും തള്ളയ്ക്കും കഞ്ഞിവെള്ളം പോലും കൊടുക്കാത്ത കാലത്ത്, ഗ്യാസ് കുറ്റി എടുത്തിട്ട് അമ്മേരെ തലക്കടിച്ചു കൊല്ലുന്ന കാലത്ത്, സ്വത്തിന്റെ തർക്കത്തിന്റെ പേരിൽ അപ്പനമ്മയ്ക്കും വിഷം കലക്കി കൊടുക്കുന്ന കാലത്ത്, എന്റെ മകൻ ഇങ്ങനൊരു മകനെ ദൈവം എനിക്ക് തന്നില്ലേ? നിനക്ക് ആരെയാണ് ഇഷ്ടം ഈ ലോകത്തിൽ? നിന്റെ ഭാര്യനെയാ? നിന്റെ ഭർത്താവിനെയാ? നീ പ്രസവിച്ചത് നിന്റെ കുട്ടികളെയാ? നിന്റെ അപ്പനെയാ? നിന്റെ അമ്മേനെയോ? മോനെ, ഓരോരുത്തരുടെ ഹൃദയത്തിൽ വന്നിട്ട് ഇറങ്ങിപ്പോവും. ഒരാളുണ്ടാവും അവിടെ. വയ്യാണ്ട് കിടക്കണ അമ്മ മരണവേദന അനുഭവിക്കുമ്പോ ഒറ്റ കാര്യം വേണ്ടോ? 98 വയസ്സാണ്. 98 വയസ്സായി അമ്മാമയ്ക്ക് പ്രാർത്ഥിച്ചിട്ട് രോഗം മാറുമോ? ഇല്ലാന്ന് അമ്മാമയ്ക്ക് അറിയാം. ഒരു കാര്യം മതി അച്ചു, എൻ്റെ മക്കള് എന്നെ ഓർത്താ മതി. മക്കള് ദേ വന്നുണ്ടോ? മോനെ, അമ്മ പോവാട്ടാ. മോളെ, അമ്മ പോവാട്ടാ. ഓർത്താ മതി. ഇന്ന് ഓർക്കാൻ പോലും ഇല്ല. ഗൾഫിലും മറ്റു രാജ്യങ്ങളിലും അമേരിക്കയിലും ഒക്കെയാണ് ഈ അമ്മയ്ക്ക് ആവശ്യം. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതം കുറെ കാലം കഴിയുമ്പോൾ സഹനങ്ങള്, വേദനകള്, രോഗങ്ങള്, ക്യാൻസർ, കിഡ്നിക്ക് അസുഖം, ഹാർട്ട് അറ്റാക്ക് ഇതൊക്കെ വരുമല്ലോ. എന്തിപ്പോ ഇതിങ്ങനെ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ജീവിക്കണേ? ഉറപ്പാണ് നമുക്ക് വരുന്നുള്ള കാര്യം. ആകെ കൂടി ഉറപ്പുള്ളത് അത് മാത്രമുള്ളൂ. ഒരു കാലഘട്ടം വരുമ്പോ ഓപ്ഷൻസ് വരും. ഓപ്ഷൻ എ ക്യാൻസർ, ഓപ്ഷൻ ബി കിഡ്നിക്ക് അസുഖം, ഓപ്ഷൻ സി ഹാർട്ട് അറ്റാക്ക്. എന്നിട്ട് മണിക്കുട്ടി ഓടിത്തുടങ്ങും. ഈ മണിക്കുട്ടി ഓടിത്തുടങ്ങിയാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ വേഗം തന്നെ ഒരു ഓപ്ഷൻ കുത്തണം നമ്മൾ. ഏതെങ്കിലും ഒരെണ്ണം വരടോ. ഈ പള്ളിയിരിക്കുന്ന നിങ്ങൾക്കും എനിക്കും ഏതെങ്കിലും ഒരെണ്ണം വരില്ലോ. ഞാൻ ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, അച്ഛോ എൻ്റെ അമ്മയ്ക്ക് വയ്യ, അച്ഛനൊന്ന് അത് കുറേ നാളായി കിടപ്പായിട്ട്. ശരി, ഞാൻ അങ്ങനെ അവൻ്റെ അമ്മേനെ കാണാൻ ചെന്നു. ഇങ്ങനെ ഈ വയ്യാണ്ട് കിടക്കുന്ന ആൾക്കാരെ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ എനിക്കൊരു പ്രയാസം ഉണ്ടാവാറുണ്ട്. എന്താ, ഇവൻ എന്തിനാ എന്നെ വിളിച്ചു കൊണ്ടുപോണത്? അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കാനാ? ചെന്നപ്പോ ഒരു 99 വയസ്സുള്ള അവൻ്റെ അമ്മയാണ് കിടന്ന കിടപ്പാണ്. ചെറുതായിട്ട് ഓർമ്മയുള്ളൂ. ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ടാ പ്രാർത്ഥിക്കണേ. നിങ്ങൾ പറ, ഞാൻ എന്തെന്നാ പ്രാർത്ഥിക്കുക? കർത്താവേ, ഈ അമ്മയ്ക്ക് ഓർമ്മ വരട്ടെ, കയ്യിനും കാലുകൾക്കും നല്ല ബലം വരട്ടെ, എഴുന്നേറ്റ് നടക്കട്ടെ എന്നാണോ അവൻ്റെ ഉദ്ദേശം? അല്ല, ഞാൻ വെറുതെ ചോദിക്കുക. ഇവ എന്തിനാ എന്നെ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോണേ? അമ്മയ്ക്ക് വയ്യാണ്ട് കിടക്കണ്. സംഭവം ശരിയാ, 99 വയസ്സാണ്. മരുവോട് അവിടെ നിൽക്കുന്നുണ്ട്, ഇവനിവിടെ നിൽക്കുന്നുണ്ട്. ഇവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പറഞ്ഞ, കർത്താവേ, ഈ അമ്മയുടെ ഞരമ്പുകൾക്കൊക്കെ ബലം വെക്കട്ടെ, നല്ല ആരോഗ്യം വരട്ടെ, എഴുന്നേറ്റ് നടക്കട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഞാൻ എന്തെന്നാ പ്രാർത്ഥിക്കുക? കർത്താവേ, ആശ്വാസം കൊടുക്കണേ, സമാധാനം കൊടുക്കണേ, സഹനത്തിന്റെ നടുവിലെ കട്ടിൽ മേലെ കിടക്കണതേ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോന്നു. കുറച്ച് 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ഇവന്റെ ഫോൺ ഇടയ്ക്ക്, അച്ചു, അച്ഛൻ തന്നെ വരണം. ഞാനല്ലട ഇപ്പൊ വന്നത്. അല്ല, അച്ഛൻ തന്നെ വരണം. എന്നിട്ട് നിനക്ക് ഞാൻ വന്നട. അച്ഛാ, അമ്മ മരിച്ച്. ലോട്ടറി കിട്ടിയ സന്തോഷം പോലെ അവൻ പറയണത്. അമ്മ മരിച്ച്. മരിച്ചു. ഓ, അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചിട്ടാ മരിച്ചത്. അച്ഛൻ തന്നെ വന്നിട്ട് ചവടപ്പ് നടത്തണം. അതെന്താ അങ്ങനെ? അച്ഛൻ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് മരിച്ച കാരണം അച്ഛൻ തന്നെ വന്നിട്ട്, ഈശോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. അല്ല, അച്ഛൻ വന്നിട്ട്, ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മോ, അങ്ങനെ ഒരു ക്ലോസ് ഉണ്ടോ ഇതിനൊക്കെ? പക്ഷെ ഒരു കാര്യം, ഞാൻ വരാൻ ചങ്ങാതി, നീ അധികം ബഹളം വെക്കാണ്ടിരിക്കുക, ഞാൻ വന്നോളാം. ഞാൻ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് മരിച്ചല്ലേ, അപ്പം ഞാൻ തന്നെ വന്നിട്ട് അടക്കണമല്ലോ. ശരി, ഞാൻ വന്നോളാം. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്കത് ചെയ്തു തരണം. അച്ഛൻ എന്ത് ചോദിച്ചാലും ഞാൻ ചെയ്തു തരും. അങ്ങനെയൊന്നും പറയില്ല. എന്ത് അമ്മ മരിച്ചേണ്ട സന്തോഷത്തിൽ ഞാൻ എന്ത് ചോദിച്ചാലും തരുന്നു. ഞാൻ പറഞ്ഞു, അങ്ങനത്തെ ഒന്നല്ലടാ, എനിക്ക് നിന്നോട് പറയാണ്, നീ ഒരു കാര്യം ചെയ്തു തരണം. അച്ഛൻ പറ, അച്ഛൻ എന്താ വേണ്ട?
എടോ എനിക്കൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു കേക്ക്. അപ്പൊ അച്ഛൻ എന്താ ചോദിക്കാൻ പോണെന്ന്? ദയവ് ചെയ്ത് ഇതിനത്രയും പരസ്യം നീ കൊടുക്കരുത്, ഇത്ര മാത്രം ചെയ്ത് തന്നാ മതി. ഏതിന്? നീ ഈ ഫോണാ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ വിളിക്കും. ഹലോ ചേച്ചില്ലേ? അതെ. ആ ഹൈദരാബാദ്. അതെ. അമ്മ മരിച്ച്. ഡേവിഡ് ശർമ്മ വന്ന് പ്രാർത്ഥിച്ച് അമ്മ മരിച്ച്. നീ ഫോൺ വിളിച്ചിട്ട് ഈ ലോകത്തുള്ള എല്ലാവരോടും പറയാൻ പോണത് എന്തുട്ടാ? അമ്മ മരിച്ചു. എങ്ങനെ? ഡേവിഡ് ശർമ്മ വന്ന് പ്രാർത്ഥിച്ചു അമ്മ മരിച്ച്. ഈ ഒരു പരസ്യം നീ എനിക്ക് ഒഴിവാക്കി തരണം, ഞാൻ ശവടപ്പിന് വന്നോളാം. എന്താ ഉണ്ടാവുന്ന ആലോചിച്ച് നോക്കി. ഇത് ഫോണാ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഹലോ, ഇത് ഡേവിഡ് ശർമ്മ. അതെ, കോഴിക്കോട്ട് നിന്നാണ്. എന്താണാവോ? അമ്മ പ്രായമായിട്ട് കിടക്കണേ, ഒന്നൊന്ന് പ്രാർത്ഥിക്കണം. ഹലോ, ഡേവിഡ് ശർമ്മ? അതെ, ഇരിഞ്ഞാലക്കുട നിന്നാണ്. എന്ത്? അപ്പം പ്രായമായിട്ട് കിടക്കണ്ടേ, ഒന്ന് അച്ഛന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് വേറെ വല്ല പണിക്ക് പോകാൻ പറ്റുമോ? പ്രിയമുള്ളവരെ, മനസ്സിലാക്കുക, ഒരു കാലഘട്ടം കഴിയുമ്പോൾ നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ ഏതെങ്കിലും ഒരു അച്ഛനെ വിളിച്ചു കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കും എന്ന് ചെറുപ്പക്കാരായ ഞാൻ ചെറുപ്പക്കാരനല്ല, നമ്മളൊക്കെ ഓർത്തിരിക്കണം. പ്രിയമുള്ളവരെ, സങ്കടങ്ങളുടെ സഹനങ്ങളുടെ വഴിയിലൂടെ നമ്മൾ കടന്നു പോകണം. അതിനു വേണ്ട കരുത്ത് നൽകുന്നതാണ് വിശുദ്ധ കുരിശ്. ആ കുരിശ് പിടിച്ചിട്ടാണ് ഞങ്ങൾ ആലുവ സെമിനാരിൽ ഞാൻ പഠിച്ചത്. ആലുവ സെമിനാരിൽ ഒരു സക്രിയാസ് അച്ഛനുണ്ട്. വിശുദ്ധ നാമകരണം ഇതൊക്കെ നടക്കുന്നൊരു അച്ഛനാണ്, അച്ഛന്മാർക്കൊക്കെ അറിയാം. ആ അച്ഛന് ഒരു ഓപ്പറേഷൻ വന്നിട്ടുണ്ടല്ലോ, വർഷങ്ങൾക്ക് മുമ്പാണ്. അച്ഛന്മാരൊരു കുരിശ് തന്നാമേ തോന്നുന്നു. ഈ കുരിശ് കൈ പിടിച്ചിട്ട് ഒരു ഓർമ്മകടത്തിലും ഇല്ലാണ്ട് ഓപ്പറേഷൻ നടത്തുക ചെയ്തത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ ശക്തി ബൂസ്റ്റല്ല, സമ്പത്തല്ല, അധികാരമല്ല, സുഹൃത്തുക്കളല്ല. ഈ കുരിശ് കഴുത്തിലില്ലേ? പണ്ട് കാലത്തൊക്കെ നമ്മുടെ കഴുത്തിൽ കുരിശില്ലാണ്ട് നമ്മൾ കാണില്ല. ഇപ്പോഴത്തെ ഫാഷൻ നെയ്ക്കഡ് നെക്ക്. എന്താണ് നെയ്ക്കഡ് നെക്ക് എന്ന് പറയണേ? ഇപ്പൊ ബ്യൂട്ടി നെയ്ക്കഡ് നെക്ക്. കഴുത്തിൽ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ കാണുമ്പോൾ വാ 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 ബ്യൂട്ടിഫുൾ. പണ്ട് നമ്മളൊക്കെ ആദ്യം ചെറുപ്പത്തില് കഴുത്തിൽ കെട്ടിത്തരുന്നത് ഒരു കുരിശാ. ഇപ്പൊ തന്നെ ചില ആൾക്കാർ ഇത് ഇങ്ങനെ പിടിച്ചോടങ്ങി. അവിടെ ഇല്ല സാധനം. അത് കാരണം അച്ഛൻ പറയണ്ടല്ലോ, അവിടെ സാധനം ഒന്നും ഇട്ടിട്ടില്ല, കുരിശ് ഇങ്ങനെ പിടിച്ചോടങ്ങി. മാതാപിതാക്കളെ, ഈ കുരിശാണ് ഏറ്റവും അവസാനം മോൻ ഇങ്ങനെ വെച്ചിട്ട് ഒരു കെട്ട് കെട്ടും. അല്ല, ഞാൻ വെറുതെ, ഞങ്ങൾക്ക് കുരിശല്ല, ഞങ്ങൾക്ക് ഈ കാസി പീലാസിയാണ് കിട്ടുക. നിങ്ങൾക്ക് കുരിശാണ് കിട്ടുക. ഇങ്ങനെ പ്രിയമുള്ളവരെ, വിശുദ്ധ കുരിശുണ്ടല്ലോ, അതാണ് ജീവിതത്തിന്റെ സമ്പത്ത്. ക്രിസ്തു ഈ കുരിശിൽ കിടന്ന് മരിച്ചപ്പോ ഈ ലോകത്തിലെ എല്ലാ, നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര കുരിശ് ഈ ലോകത്തിനൊന്ന് ആലോചിച്ച് നോക്കി, എണ്ണാൻ പറ്റില്ല നിങ്ങൾക്ക്. അമ്മാമ ഇങ്ങനെ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോ കുരിശ് വരച്ചു. അപ്പൊ ആൾക്കാർ ഇവിടെ വല്ല പള്ളി ഉണ്ടാ നോക്കിയപ്പോ പള്ളി കാണാനില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും കുരിശ് വരച്ചു. ഇത് അമ്മാമ്മ ഇത് നടന്നിടുന്ന് കുരിശ് വരയ്ക്കണേ. അമ്മാമ്മ ഇടയ്ക്കിടയ്ക്ക് കുരിശ്, മാപ്രാണത്തിലുള്ള അമ്മാമ്മയാണോ ഇടയ്ക്കിടയ്ക്ക് കുരിശ് വരയ്ക്കേണ്ടത്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുരിശ് വരയ്ക്കുക. അപ്പോൾ ചോദിച്ചു അമ്മാമ്മോട്, അമ്മാമ്മ ഇത് എന്തിങ്ങനെ ചടപടാതെ ഇങ്ങനെ കുരിശ് വരയ്ക്കണേ? അപ്പോൾ അമ്മാമ്മ പറയാണ്, ഞാൻ കുരിശ് വരച്ചാലേ കുരിശ് വരച്ചാലേ ഈശോയ്ക്ക് സന്തോഷാവും. കുരിശ് വരച്ച സന്തോഷാവും. കുരിശ് വരച്ച സന്തോഷാവും. അതെങ്ങനെയാന്നാ? എല്ലാ വെള്ളിയാഴ്ചയും 9 മണിക്ക് എനിക്ക് സന്തോഷാവും. ഇതെന്തിട്ട് ഇത് വേറെ കാര്യം പറയണത്? എന്താ സന്തോഷമാണേ? എന്റെ മോൻ ഖത്തറില്ല. അതെ, 9:30 മണിക്ക് അവൻ വിളിക്കും എന്നെ. 9 മണിക്ക് എന്നെ വിളിക്കും. ഞാൻ കാത്തിരിക്കും. എന്തിനാ? ഫോൺ കടിക്കാൻ. ഹലോ അമ്മല്ലേ? അതെ. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? എന്റെ മകൻ എന്നെ ഓർക്കണ സമയമാണ് വെള്ളിയാഴ്ച 9 മണി. ഞാൻ കുരിശ് വരയ്ക്കുമ്പോഴൊക്കെ തമ്പുരാൻ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടാവും. കുരിശ് എന്നെ ഓർത്തൂല്ലേ? പിന്നെ വീണ്ടും ഓർത്തു. ഈ കുരിശ് വരയ്ക്കുമ്പോ ആ കുരിശിൽ മരിച്ചവൻ എൻ്റെ നേരെ നോക്കുന്നുണ്ടാവും. എന്നെ ഓർക്കാണ്ട് നിനക്ക് കുരിശ് വരയ്ക്കാൻ പറ്റില്ല. എന്നെ നീ ഓർക്കുകയാണല്ലേ സഹോദരങ്ങളെ. എളിമയോടെ, സ്നേഹത്തോടെ, സ്വാതന്ത്ര്യത്തോടെ ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ സഹനങ്ങളെ സ്വീകരിക്കാനുള്ള ശക്തി കേന്ദ്രമാണ് കുരിശ്. ആ കുരിശ് നമ്മൾ കിടന്നുറങ്ങുമ്പോ എന്ത് വരച്ചിട്ട കിടന്നുറങ്ങണം? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നേരം വെളുത്ത് കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ എന്ത് വരച്ചിട്ട? ആര് നമ്മളെ രക്ഷിക്കും? ലോകത്തിലെ ആരും നമ്മളെ രക്ഷിക്കാനില്ല പ്രിയമുള്ളവരെ. രക്ഷകൻ ഒന്നേ ഉള്ളൂ, അതാ കുരിശിൽ മരിച്ച യേശു ക്രിസ്തുവാണ്. പ്രിയമുള്ളവരെ, നമുക്കോർക്കാം,
എൻ്റെ ജീവിതത്തില് ഞാൻ കണ്ടിട്ടുണ്ട്, കാഴ്ചയില്ലാത്ത മനുഷ്യനെ കണ്ടിട്ടുണ്ട്, കയ്യും കാലില്ലാത്തവരെ കണ്ടിട്ടുണ്ട്, ബുദ്ധിയില്ലാത്തവരെ കണ്ടിട്ടുണ്ട്, കല്യാണം കഴിക്കാൻ പറ്റാത്തവരെ കണ്ടിട്ടുണ്ട്, മക്കളില്ലാത്തവരെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കുരിശാണോ പ്രിയമുള്ളവരെ? ഇതെല്ലാം ജീവിതത്തിന്റെ വഴികളിലൂടെ നാം പല വഴികളിലൂടെ കടന്ന് ദൈവപക്കലേക്കുള്ള യാത്രയിലാണ്. എല്ലാ സഹനങ്ങളെയും വിശുദ്ധീകരിക്കാനാണ് കർത്താവ് കുരിശിൽ കണ്ടിട്ട് പറഞ്ഞത്. ഈ പീഡാസഹനങ്ങളാണ് പ്രിയമുള്ളവരെ നമുക്ക് രക്ഷ തന്നത്. ഈ പീഡാസഹനങ്ങള് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി സഹിക്കുമ്പോ അത് ക്രിസ്തുവിനെ പ്രതിയാണെങ്കിൽ അത് രക്ഷാകരമായ സഹനമാണ്. അതാണ് കുരിശ്. കുരിശ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങളെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കലാണ്. ഫ്രാൻസിസ് അസീസിന്റെ കാര്യമാണ് ഞാൻ പറയാൻ വന്നത്. കോടീശ്വരന്റെ മോനായ ചെക്കന് അംബാനിയുടെ മോനാവാന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുള്ള കാലത്ത് ഇവനുണ്ടല്ല അപ്പനോട് എൻ്റെ അപ്പോ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. എന്താട്ടാ അവൻ ഓരോ സാധനങ്ങൾ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവിടെ ഇവിടെയൊക്കെ കൊണ്ടു കൊടുക്കുക. നീ എന്തി കാണിക്കണേ? അപ്പ ഇത് പാവപ്പെട്ടവർക്ക് കൊടുക്ക്, അപ്പൻ എന്തിനാണ് കൂട്ടി ഉണ്ടാക്കണേ? മെത്രാനച്ചന്റെ അടുത്തേ കൊണ്ടുപോയി. മെത്രാനച്ചോണ്ട് ഇവൻ ഇങ്ങനെ ഓരോ സ്വഭാവം കഴിയുന്നുണ്ട്, എന്താ പറ്റിയെന്ന് അറിയില്ല. മെത്രാനച്ച് ചോദിച്ചു, മോനെ നിനക്ക് അച്ഛനാവാൻ ആഗ്രഹമുണ്ടോ? അയ്യോ, അച്ഛനാവാനുള്ള യോഗ്യത എനിക്കില്ല. ഫ്രാൻസിസ് അസീസി പറഞ്ഞാണ്. അവസാനം അപ്പം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്റെ സ്വത്ത് ഒന്നും തരില്ലടാ ഞാൻ. അങ്ങനെയുള്ള അപ്പന്മാർ ഇപ്പോഴും ഉണ്ട് കേട്ടാ. മാപ്രാണത്തുണ്ടോന്ന് അറിയില്ല. നിന്റെ ഒരു സ്വത്തിന്റെ ഒരു ന്യായ പൈസ നിനക്ക് തരില്ലടാ ഞാൻ. അപ്പന്മാർ ഞാൻ ഉണ്ടാക്കിയ കാശ് നിനക്ക് തരില്ലടാന്ന് പറഞ്ഞു. ഫ്രാൻസിസ് അസീസി പറഞ്ഞെന്നറിയോ? അപ്പ ഈ അപ്പനല്ല, എനിക്കൊരു സ്വർഗസ്ഥനായ പിതാവുണ്ട്. ആ പിതാവിന്റെ മകനാണ് ഞാൻ. നിന്റെ ശരീരത്തിൽ കിടക്കുന്ന ഡ്രസ്സ് പോലും ഞാൻ ഉണ്ടാക്കിയ കാശ് കൊണ്ട് വാങ്ങിച്ചാടാന്ന് പറഞ്ഞു. ചേക്കൻ ഡ്രസ് അകടൂരി, അവസാനം ട്രൗസറൂരി. ആൾക്കാർ നോക്കും, ഇത് എന്തുണ്ട് ഇത്? അല്ല, ഇനിയിപ്പോ അതിന്റെ പേര് പറഞ്ഞ അപ്പം വന്നാലോ? കംപ്ലീറ്റ് ട്രൗസർ അടക്കം ഊരിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോ ഊരിയെടുക്കാൻ പറ്റാവുന്നതൊന്നും ഇനി ഈ ശരീരത്തിലില്ല. അതുകൊണ്ട് അതെല്ലാം തന്നിരിക്കണം. എനിക്കെന്റെ സ്വർഗസ്ഥനായ പിതാ സന്തോഷത്തോടെ, വിഷമിച്ചിട്ടല്ല, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. സന്തോഷത്തോടെ കർത്താവിനെ കുരിശിൽ തറയ്ക്കാനേ പീലാത്തോസ് പറഞ്ഞു, കൊണ്ടുപോയി അവനെ നിങ്ങൾ കുരിശിൽ തറയ്ക്കട്ടെ. ഒരക്ഷരം ക്രിസ്തു മിണ്ടിയില്ല. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നറിഞ്ഞിട്ടും ക്രിസ്തുവിന് പറഞ്ഞൂടെ? യേശുവിന് പറഞ്ഞൂടെ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ ഇങ്ങനെ കുരിശിൽ തറച്ചോളൂ. പട്ടാളക്കാരോട് മറുതലിച്ചൊരു വാക്ക് പറഞ്ഞോ? അമ്മ നിൽക്കുന്നുണ്ട്, എന്റെ അമ്മയ്ക്കെങ്കിലും ഒന്ന് വേണ്ടിക്കൂടെ? ചോദിച്ചില്ല. സന്തോഷത്തോടെ സഹിക്കുന്നവനെ, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ. അർത്ഥമുണ്ട് പ്രിയമുള്ളവരെ. നമ്മൾ കുറെ സഹിക്കലുണ്ട്, പക്ഷെ അതൊക്കെ വെറുതെ പോവാ. കാരണം പറഞ്ഞിട്ടാണ് ഈ സഹിക്കണതൊക്കെ. അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. ആ അടുപ്പത്തിൻ്റെ എടുത്ത് വെച്ചാൽ അവളൊന്നും ചെയ്യില്ല, അതങ്ങനെയാണ്, അതിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ കിടന്നിട്ട് എല്ലാ പണിയും ചെയ്യുക. ഒരു കാര്യമില്ല. സന്തോഷത്തോടെ. ഞാൻ കായംകുളത്ത് ഒരു പ്രാവശ്യം ഈ കിഡ്നിയും കരളൊക്കെ കൊടുത്ത ആൾക്കാരെ ആദരിക്കുന്ന ഒരു ഫംഗ്ഷന് പോയി. അവിടെ ചെന്നപ്പോ പലരെയും ഞാനിങ്ങനെ ആദരിച്ചപ്പോൾ ഒരാൾ വന്നപ്പോൾ, ആർക്കാ കൊടുത്തല്ലച്ചോ, കിട്ടിയതാ. എന്ത് കിട്ടി? കിഡ്നിയാണോ? കിഡ്നി അല്ലച്ചോ, ലിവറാണ് എനിക്ക് കിട്ടിയത്. ആരാ തന്നെ? എൻ്റെ മോനാണച്ചോ. ഞാൻ 2 വാക്ക് പറഞ്ഞോളാൻ പറഞ്ഞു. ആള് വന്നിട്ട് പറഞ്ഞെന്തറിയാം മൈക്കില്, ഞാൻ ഈ കായംകുളത്തെ ഡിസ്ട്രിക്ട് ജഡ്ജാണ്. ഡിസ്ട്രിക്ട് ജഡ്ജാണ് ഈ നിൽക്കണത്. അയാളുടെയും കിഡ്നി പോകുന്നത്, അല്ലാണ്ട് ഡിസ്ട്രിക്ട് ജഡ്ജിന്റെ കിഡ്നി പോകാൻ പാടില്ല. എന്താ അത് പോയാലും എന്താ? അയാൾ പറഞ്ഞത്, ഡോക്ടർ പറഞ്ഞു ലിവർ നിങ്ങളുടെ മാറ്റിവെക്കാണ്ട് രക്ഷയില്ല. അയാളുടെ ഭാര്യ പറഞ്ഞു, ഞാൻ തരാം. ഡോക്ടർ പരിശോധിച്ചു, നിങ്ങളുടെ ഫാറ്റി ലിവറാണ്, നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഡോക്ടർ എനിക്ക് കുറച്ച് നാൾ കൂടി ജീവിക്കണം. സഹനങ്ങളുടെ നടുവില് നമ്മൾ വിളിച്ചു പറയും. ഇപ്പോഴൊന്നല്ല, നമുക്കിപ്പോ രോഗങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്ത കാലത്താണെന്ന് തോന്നില്ല. അപ്പോ ഇത് പറഞ്ഞു നിൽക്കുമ്പോ അയാളുടെ മോനോട് നിൽക്കുന്നുണ്ട്. അപ്പന് ഞാൻ ലിവർ തരും. 22 വയസ്സുള്ള മകൻ, കല്യാണം കഴിച്ചിട്ടില്ല അവൻ. 14 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ശസ്ത്രക്രിയക്ക് തയ്യാറാണ്. എന്റെ സ്വന്തം ശരീരത്തിൽ നിന്ന് മുറിച്ച് എന്റെ അപ്പന് തരാം. സ്നേഹം സഹനമാണ് പ്രിയമുള്ളവരെ. വെറുതെ വർത്താനല്ല അച്ഛൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ആർക്ക് വേണ്ടി സഹിക്കുന്നു?
നമ്മുടെ ശരീരത്തിലെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും ദൈവം തന്നതാ. അപ്പോ വന്നിട്ട് ആ അപ്പച്ചൻ പറയണം, എന്റെ മോൻ അങ്ങനെ പറഞ്ഞപ്പച്ച എനിക്ക് മരിച്ചാ മതി എന്നാ തോന്നിയത്. അതെന്താ അങ്ങനെ തോന്നണേ? സ്വന്തം തന്തയ്ക്കും തള്ളയ്ക്കും കഞ്ഞിവെള്ളം പോലും കൊടുക്കാത്ത കാലത്ത്, ഗ്യാസ് കുറ്റി എടുത്തിട്ട് അമ്മേരെ തലക്കടിച്ചു കൊല്ലുന്ന കാലത്ത്, സ്വത്തിന്റെ തർക്കത്തിന്റെ പേരിൽ അപ്പനമ്മയ്ക്കും വിഷം കലക്കി കൊടുക്കുന്ന കാലത്ത് എന്റെ മകൻ ഇങ്ങനൊരു മകനെ ദൈവം എനിക്ക് തന്നില്ലേ. ഇതാണ് പ്രിയമുള്ളവരെ, സഹനങ്ങളുടെ നടുവിലെ ആ മനുഷ്യൻ വേദന ചൂളയിൽ നിൽക്കുമ്പോ ആ മകന്റെ വാക്കുകൾക്ക് അതാണ് സ്നേഹം, സഹനമാണ്. ആ സ്നേഹത്തിന് ആർക്ക് വിലയിടാൻ പറ്റും? അങ്ങനെ ആ മകന്റെ ലിവറാണ് അച്ചു എന്റെ ശരീരത്തിലിരിക്കണത്. ഞാൻ കണ്ണു തുറന്നപ്പോ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ ചോദിച്ചു, മോനവിടെ? നേഴ്സുമാർ വെയിറ്റ് ചെയ്യും, 2 ദിവസം കഴിഞ്ഞിട്ട് വരും. 2 ദിവസം കഴിഞ്ഞപ്പോ ഇവിടെ ഇങ്ങനെ കംപ്ലീറ്റ് ഇവിടെ മുണ്ടൊക്കെ കയറ്റി ഇവിടെ കെട്ടിയിട്ട്, പെണ്ണുങ്ങളൊക്കെ കെട്ടിയിട്ട് രാജ്യസദസ്സിലൊക്കെ വരാൻ കണ്ടിട്ടില്ല, മറ്റേ മുണ്ട് ഇവിടെ കെട്ടിയിട്ട് അവൻ വന്നിരിക്കുക, കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. എന്താ? യൂറിന്റെ ബാഗ്. അവൻ വന്നപ്പോ അപ്പ നോക്കാണ്. അപ്പോ അപ്പം കരയുമ്പോ, എന്തിനാ അപ്പം കരയണേ? പ്രിയമുള്ളവരെ, കുരിശിൽ കിടക്കുന്ന കർത്താവ് ബാഗ് പിടിച്ച് വന്ന ആ മകനുണ്ടല്ലോ, ആ മകനാ നിനക്ക് വേണ്ടി ഇങ്ങനെ കിടന്നതേ. നിനക്ക് ആരെയുടെ ഇഷ്ടം ഈ ലോകത്തിൽ? നിന്റെ ഭാര്യനെയാ? നിന്റെ ഭർത്താവിനെയാ? നീ പ്രസവിച്ച നിന്റെ കുട്ടികളെയാ? നിന്റെ അപ്പനെയാ? നിന്റെ അമ്മേനെയോ? മോനെ, ഓരോരുത്തരുടെ ഹൃദയത്തിൽ വന്നിട്ട് ഇറങ്ങിപ്പോവും. ആദ്യം നിന്റെ അമ്മ വരും, അമ്മ മരിക്കുമ്പോ അമ്മ ഇറങ്ങിപ്പോയി. പിന്നെ അപ്പം വരും, അപ്പം മരിക്കുമ്പോ അപ്പം ഇറങ്ങിപ്പോവും. കല്യാണം കഴിയുമ്പോ ഭാര്യ വരും, ഭാര്യ മരിക്കുമ്പോ ഭാര്യ ഇറങ്ങിപ്പോവും. ഭർത്താവ് മരിക്കുമ്പോ ഭർത്താവ് ഇറങ്ങിപ്പോവും. മക്കള് കല്യാണം കഴിച്ചപ്പോ എല്ലാവരും ഇറങ്ങിപ്പോയി. ഇപ്പൊ ആരും ഇല്ല അച്ചു. എന്റെ ഹൃദയം ഫ്രീയാ. എല്ലാവരും കയറി ഇറങ്ങിപ്പോയി. ഒരാളുണ്ടാവും അവിടെ, ഒരാളെ ഉണ്ടാവുള്ളൂ. പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ മനുഷ്യകുലത്തിന്, മനുഷ്യർക്ക് വേണ്ടി രക്ഷകനായ ഹൃദയത്തിൽ എന്നും സൂക്ഷിക്കാൻ ക്രിസ്തു നൽകിയ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ അടയാളമാണ് പ്രിയമുള്ളവരെ. എത്ര പ്രാവശ്യം ഈ നെഞ്ചത്ത് നമ്മൾ കുരിശു വരച്ചിട്ടുണ്ട്? എത്ര പ്രാവശ്യം ഈ നെഞ്ചത്ത് കുരിശു വരച്ചിട്ടുണ്ട്? ഓരോ പ്രാവശ്യം വരയ്ക്കുമ്പോഴും യേശു ക്രിസ്തു നമ്മുടെ നെഞ്ചത്തെ ചങ്കില് പതിയാണ്.